الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما ومن تاب وعمل صالحا فإنه يتوب إلى الله متابا. ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്തുകൊള്ളുന്നു. അല്ലാഹു തആല തൗഫീഖ് ചെയ്താൽ ഏതാനും ദിവസത്തിനുള്ളിൽ നമ്മൾ പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുകയാണ്. ശഹ്റു മുബാറക്, അനുഗ്രഹീതമായ മാസമാണ് റമദാൻ മാസം. ഇദാ ദഖല റമദാൻ ഫുത്തിഹത് അബ്വാബുൽ ജന്ന വഉഗ്ലിഖത് അബ്വാബുൻ നാർ വസുഫിദത്ത് ശയാത്തീൻ. സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കുകയും നരകവാതിലുകൾ കൊട്ടിയടക്കുകയും പിശാചുക്കളെ ബന്ധനസ്ഥരാക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ മാസമാണ് റമദാൻ മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട അടുത്ത ഖുതുബയിലൊക്കെ കൂടുതൽ വിശദീകരിക്കാം. റമദാനിന് മുമ്പ് എന്ന നിലക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ ഖുതുബയിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന്, നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാനുള്ളതാണ് ആരാധനകളൊക്കെ. ജീവിതമാണ് അല്ലാഹു തആല നോക്കുക. ആ ജീവിതം അല്ലാഹുവിന് സമർപ്പിക്കലാണ് വിശ്വാസിയുടെ ബാധ്യത. അങ്ങനെ ജീവിക്കുന്ന വിശ്വാസിക്ക് ജീവിതം ശുദ്ധീകരിക്കാനും ഈമാനികമായ കരുത്ത് നൽകാനുമുള്ളതാണ് ആരാധനകൾ എന്ന് പറയുന്നത്. നമസ്കാരം നമുക്കറിയുന്ന പോലെ നമസ്കരിക്കുന്ന ആൾക്ക് മണിക്കൂറുകൾ ഇടപെട്ട് അല്ലാഹുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുകയും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു കർമ്മമാണ് നമസ്കാരം എന്ന് പറയുന്നത്. ശരിക്ക് വളരെ അനുഗ്രഹീതമായ ഒരു ആരാധനയാണ് നമസ്കാരം. നമ്മുടെ കൈയും കാലൊക്കെ കഴുകി മുഴുവെടുത്ത് നല്ല വസ്ത്രം ധരിച്ച് മാന്യമായി ചെയ്യുന്ന ഒരു ഇബാദത്ത്. നമ്മൾ നിന്നുകൊണ്ടും കുനിഞ്ഞുകൊണ്ടും കിടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടൊക്കെ പല രീതിയിൽ അള്ളാഹുവുമായിട്ട് ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത്.
ഞാനിവിടെയാണോ പറഞ്ഞതെന്നറിയില്ല, മുമ്പൊരിക്കൽ കേരളത്തിലെ ഒരു മുസ്ലിം സാഹിത്യകാരൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ ആ മയ്യത്ത് സന്ദർശിക്കാൻ വേണ്ടി ഒരു പ്രമുഖനായ ഒരു സഹോദര സമുദായത്തിലെ ഒരു വലിയ സാഹിത്യകാരൻ ആ മയ്യത്ത് കാണാൻ വേണ്ടി പോയി. ആ കുടുംബത്തെ ശുശ്രൂഷിക്കാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്. അപ്പം അവിടെ ചെന്നപ്പോൾ മയ്യത്ത് എത്തിയിട്ടില്ല, മയ്യത്ത് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല. ഇയാൾ വളരെ ദുഃഖത്തോടു കൂടി കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. വാതിലിൻ്റെ ഇടയിലൂടെ ഈ മരിച്ച സാഹിത്യകാരൻ്റെ പിതാവ് നമസ്കരിക്കുന്നത് കാണുന്നുണ്ട്. ഇയാൾ അങ്ങനെ കുറേ നേരം ആ നമസ്കാരമൊക്കെ നിരീക്ഷിച്ചു. നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഈ വാപ്പ മയ്യത്ത് കാത്ത് പുറത്തേക്ക് വന്നപ്പോൾ ഈ സാഹിത്യകാരൻ പറഞ്ഞു, ഞാൻ പോവുകയാണ്. അപ്പം ഇയാൾ ചോദിച്ചു, വാപ്പ ചോദിച്ചു, എന്താ നിങ്ങൾ മയ്യത്ത് വരാൻ കാത്തു നിൽക്കുന്നില്ലേ? മയ്യത്ത് കാണാൻ വന്നതല്ലേ നിങ്ങൾ, അതിനു മുമ്പ് എന്താ പോകുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആ ഭൗതിക ശരീരം കാണാൻ എന്നത്തെ ഉദ്ദേശത്തിൽ മാത്രം വന്നതല്ല. ഒരു മകൻ മരിക്കുമ്പോൾ ആ പിതാവിനുണ്ടാകുന്ന വേദനകൾ ഉണ്ടാവും. ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ, അവർക്ക് കരുത്ത് നൽകാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഞാൻ കസേരയിൽ ഇരുന്നു കൊണ്ട് വാതിലിനിടയിലൂടെ നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളുണ്ട് നിന്ന് ദൈവത്തോട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, കുനിഞ്ഞു നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, പിന്നെ വീണ്ടും നിൽക്കുന്നു, വീണ്ടും നിങ്ങൾ സാഷ്ടാംഗം ചെയ്തുകൊണ്ട് പറയുന്നു, ഇരിക്കുന്നു. അങ്ങനെ നിന്നും ഇരുന്നും കൊണ്ടൊക്കെ ദൈവത്തോട് പറയുന്ന ഒരാളെ എനിക്കെന്ത് ആശ്വസിപ്പിക്കാനാണ്? ഇങ്ങനെ ചെയ്യുന്ന ഒരാളോട് ഞാനെന്ത് പറയാനോ എന്ന് മറുപടി കൊടുത്തു. അപ്പോൾ ഈ വാപ്പ പറയുന്നത്, ഇയാളിത് പറഞ്ഞപ്പോൾ എൻ്റെ നമസ്കാരം യഥാർത്ഥത്തിൽ ഇതാണ് എന്നെനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഞാൻ നിന്നും കുനിഞ്ഞും ഇരുന്നും കിടന്നൊക്കെ അല്ലാരോട് പറയല്ലേ എന്നെനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ അള്ളാഹുമായി ഇടപഴകുന്നത് എന്ന് എന്നെ അയാൾ അപ്പോഴാണ് ഓർമ്മപ്പെടുത്തിയത് എന്ന് പറയുന്നുണ്ട്. വല്ലാത്തൊരു കർമ്മമാണത്. വളരെ ശക്തമായി അള്ളാഹു തആല തിരക്ക് പിടിച്ച മനുഷ്യരോട് 5 നേരം സമയത്ത് തന്നെ നമസ്കരിക്കാൻ പറഞ്ഞു. അത് വിശ്വാസികൾക്കൊരു സമയനഷ്ടമല്ല ഉണ്ടാക്കിയത്, അവർക്ക് കരുത്ത്, ശക്തി, ഈമാൻ, സന്തോഷം, മനസ്സമാധാനമൊക്കെ ആ നമസ്കാരം വിശ്വാസികൾക്ക് നൽകുന്നുണ്ട്. ഒരർത്ഥത്തിൽ ഇസ്ലാമാകുന്ന ജീവിതത്തിൻ്റെ എനർജി, ശക്തമായ എനർജി ആ നമസ്കാരമാണ്, അള്ളാഹുമായുള്ള ബന്ധപ്പെടലാണ്. പക്ഷെ ഈ ജീവിതം ഇങ്ങനെ പോകുമ്പോൾ നമസ്കാരമൊക്കെ നിർവഹിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ ജീവിതത്തിലെ പല അലക്കും പിടിയൊക്കെ ഇളകിയിട്ടുണ്ടാവും. ഒരുപാട് കേടുപാടുകൾ നമ്മുടെ ജീവിതത്തിന് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് ഇസ്ലാം 1 മാസക്കാലം റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ പോകുന്നത്. ഇവിടെ 5 മിനിറ്റ് നേരം നിൽക്കുന്ന പ്രാർത്ഥനയല്ല, 10 മിനിറ്റ് നേരം നിസ്കരിക്കുന്ന നിസ്കാരമല്ല, നീണ്ട 14 മണിക്കൂർ 30 ദിവസമാണ്. നീണ്ട 14 മണിക്കൂർ 15 മണിക്കൂർ 30 ദിവസം നോമ്പനുഷ്ഠിക്കുകയാണ്. ആ നോമ്പിന് അതിൻ്റെതായ ചൈതന്യമുണ്ട്. ജീവിക്കുകയാണ്, ജീവിതത്തിൻ്റെ എല്ലാ കാര്യവും നോമ്പിൽ ചെയ്യാൻ പറ്റും. ഭക്ഷണം കഴിക്കാൻ പാടില്ല, ലൈംഗിക കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്നൊഴിച്ചാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നോമ്പ് നോറ്റുകൊണ്ട്, ആരാധന ചെയ്തുകൊണ്ട് നിർവഹിക്കാം. അയാൾക്ക് കച്ചവടം നടത്താം, ഇടപാടുകൾ നടത്താം, വർത്തമാനം പറയാം, സഞ്ചരിക്കാം, എല്ലാം ചെയ്യാം. അപ്പം ആ അർത്ഥത്തിൽ
നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാനുള്ളൊരു കർമ്മമാണ് വരാൻ പോകുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. ഈ നോമ്പിലൂടെ ഞാനൊരു നല്ല മനുഷ്യനാകാനുള്ള ഒരു അവസരമാണ് അല്ലാഹു തആല എനിക്ക് ഒരുക്കിയിരിക്കുന്നത് എന്ന നല്ല ബോധ്യം നമുക്കുണ്ടാകും. അങ്ങനെ ശുദ്ധീകരിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ഇതിലേക്ക് നല്ല എനർജി കയറ്റണമെങ്കിൽ നമ്മൾ കയറ്റുന്ന നമ്മുടെ ശരീരം ആദ്യം ഒന്ന് ശുദ്ധമാകേണ്ടതുണ്ട്. കുറേ തിന്മയും നന്മയും കൂടിക്കൊള്ളാൻ പറ്റില്ല. നിലവിലെ തിന്മകളൊക്കെ മാറണം. എന്നിട്ട് പുതിയ നന്മയും ഈമാനും തഖ്വയും ഇഹ്സാനും നിറക്കണം നോമ്പിലൂടെ. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് റമദാനിന് മുമ്പ് ഞാൻ ഒന്നാമത് തുടർന്ന് നിങ്ങളും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്തിഗ്ഫാറും തൗബയും ഒക്കെ നടത്തുക എന്നതാണ്. ഇസ്തിഗ്ഫാറും തൗബയും ഒക്കെ നടത്തുക എന്നതാണ്. ഇതൊരു ഇസ്ലാമിലെ വളരെ സുപ്രധാനമായൊരു കാര്യമാണ് തൗബ, ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ. നമ്മൾ ചിലപ്പോഴൊക്കെ ഉസ്താദുമാരെ വാദവും അല്ലെങ്കിൽ പ്രസംഗവും കുത്തിവെക്കും ഇങ്ങനെ കേൾക്കുമ്പോൾ ആകെ ഇസ്ലാം മനുഷ്യരെങ്ങനെ പേടിപ്പിക്കുന്ന ഒരു ഇസ്ലാമായിട്ട് തോന്നിപ്പോയിട്ടുണ്ടാവും. നരകവും അതിൻ്റെ ഭീകരതയൊക്കെ പറഞ്ഞുള്ള ഒരു ഇസ്ലാമാണ് തോന്നുക. അല്ലെങ്കിൽ കുറേ കർമ്മങ്ങളുടെ ഭാണ്ഡം അഴിച്ചുവിടുന്ന ഒരു ഇസ്ലാമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെയല്ല. മനുഷ്യൻ്റെ പ്രകൃതി അറിഞ്ഞുകൊണ്ട് അല്ലാഹു തആല പല സ്ഥലത്തും പറയുന്നു, തെറ്റ് ചെയ്യുന്ന മനുഷ്യർക്ക് അല്ലാഹു അവസരമൊരുക്കും എന്നാണ്. കുല്ലു ബനി ആദമ ഖത്താഉൻ, എല്ലാ ആദം മക്കളും തെറ്റ് ചെയ്തു പോണവരാണ്. വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമർ പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാണ്. വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, എൻ്റെ നഫ്സ് കുറ്റത്തിൽ നിന്നും തെറ്റുകളിൽ നിന്നും മുക്തനാണെന്ന് ഞാൻ പറയുന്നില്ല. യൂസുഫ് നബി അലൈഹി സ്വലാം പറയാം, ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, മനുഷ്യനെ മനസ്സിങ്ങനെ തെറ്റിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ് നമ്മൾ. തെറ്റുകൾ നമ്മളിൽ സംഭവിക്കും. തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവും, അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അത് പെട്ടെന്ന് ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഞാൻ ഉഷാറാണല്ലോ എന്ന് നമുക്ക് തോന്നിയേക്കും. അല്ലാഹു തആല ഹിസാബ് നടത്തുന്ന പോലെ നമ്മളൊന്ന് ഹിസാബ് നടത്തിയാൽ അപ്പം നമ്മുടെ തെറ്റുകുറ്റങ്ങളെ നമുക്ക് ഇങ്ങോട്ട് ബോധ്യം വരും. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് വിചാരണ ചെയ്യണം. നിങ്ങളെ തന്നെ നമ്മളെ പ്രതിക്കൂട്ടി നിർത്തിയിട്ട് നമ്മളെ ഒന്ന് വിചാരണ ചെയ്യണം. വസിനു അഅ്മാലക്കും ഖബ്ല അൻ തൂസന അലൈക്കും, നിങ്ങളുടെ അമലുകൾ നാളെ അല്ലാഹു തആല തൂക്കി നോക്കും. വഅമ്മാ മൻ സഖലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിൻ റാദിയ വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാവിയ, നന്മയുടെ തുലാസ് കനം തൂങ്ങിയവർക്ക് സംതൃപ്ത ജീവിതം, ആ തുലാസ് കനം കുറഞ്ഞാൽ നരകം. അങ്ങനെ അമല് തൂക്കപ്പെടുന്നതിന് മുമ്പ് നമ്മളൊന്ന് തൂക്കി നോക്കും. കഴിഞ്ഞ റമദാനിന് ശേഷം, കഴിഞ്ഞ റമദാനിലുള്ള പല ആളുകളും ഈ റമദാനിലില്ല. ഈ പള്ളിയിൽ ഇപ്പോൾ PVC എടുക്കുന്ന ആൾക്കാർ ഈ റമദാനിലില്ല. ഇപ്പോൾ 3-5 വർഷം അവിടെ ഞാൻ കുത്തുപേറ്റെടുത്തിട്ട് നമ്മുടെ സ്ഥിരം ഇതിൻ്റെ സംഘാടകർ എത്രയോ പേര് അല്ലാഹുവിലേക്ക് പോയി. സ്ഥിരം പള്ളിയിൽ വരുന്ന പലരും യാത്രയായി. അപ്പം നമ്മൾ അടുത്ത റമദാനിക്കല്ല, ഈ റമദാനിക്കല്ല ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വയ്യ. അല്ലാഹു തആല വിചാരിച്ചാൽ ഈ റമദാനും കിട്ടിയില്ല എന്ന് വരും. ഇതൊരു പക്ഷെ അവസാനത്തെ റമദാനാകാൻ എല്ലാവർക്കും സാധ്യത ഉണ്ട്, റമദാൻ അവസാനത്തേതാകാൻ. അപ്പം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇനി നമുക്ക് മറ്റൊരവസരം വല്ലാതില്ല. പരലോകത്തടി എന്നാൽ പിന്നെ നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. മനുഷ്യൻ മരിക്കാൻ നേരത്ത് പറഞ്ഞു നോക്കും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് വഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, ഞാൻ സൽക്കർമ്മം ചെയ്തോളാം, സദ്വൃത്തരിപ്പെട്ടോളാം എന്നൊക്കെ വിളിച്ചു പറഞ്ഞു നോക്കും. അതേ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ആ മനുഷ്യർ പരലോകത്ത് നിന്നിട്ട് അല്ലാഹുവോട് ഇങ്ങനെ പറയും, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മുഖിനൂൻ,
ഞങ്ങൾക്കിപ്പോൾ കാര്യം മനസ്സിലായി, ശരിക്കും ബോധ്യപ്പെട്ടു, ഒന്ന് മുടക്കോ, ഞങ്ങൾ വിശ്വസിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇപ്പോഴാണ് അതിൻ്റെ ചാൻസ്, അവസരം. അതുകൊണ്ട് തെറ്റ് ചെയ്തു പോയി എന്നുള്ളവർക്ക് വിഷമിക്കാനേ ഇല്ല. വേറൊരു നിലക്കുള്ള വിഷമം, അവരെന്ത് ചെയ്യണം? അവർക്ക് ഇനി അവസരം നിഷേധിക്കപ്പെട്ടിട്ടില്ല. അവർ മനസ്സിലാക്കേണ്ടത്, തൗബ ചെയ്തു കഴിഞ്ഞാൽ, ഇസ്തിഗ്ഫാർ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു തആല പൂർണ്ണമായും പുറത്തു തരും. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളെപ്പോലെയല്ല അള്ളാഹ് ആദ്യം മനസ്സിലാക്കണം. നമ്മളോടൊരാൾ തെറ്റ് ചെയ്താൽ സഹിക്കൂല, ഇനി അഥവാ പുറത്തെടുത്ത് വീണ്ടും ചെയ്താൽ സഹിക്കൂല. തെറ്റ് കുറച്ചും കൂടി ഗുരുതരാണെങ്കിൽ പുറത്തു തരാൻ പറ്റൂല. ദുനിയാവിൻ്റെ ഇസ്ലാമിൻ്റെ നിയമത്തിൽ തന്നെ ചിലത് പൊറുക്കാൻ പറ്റൂല. ഉദാഹരണം, ഒരാൾ വ്യഭിചരിച്ചു, ഇസ്ലാമിക രാഷ്ട്രത്തിൽ വന്നിട്ട് അയ്യോ പറ്റിപ്പോയി പുറത്തു തരണം എന്നിട്ട് കാര്യമില്ല, ചിട്ട നടപ്പാക്കും. ഒരാളെ കൊന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ പടച്ചോനെ പുറത്തു തരണേ, അറിയാതെ പറ്റിപ്പോയതാണ്, ഇനി ഞാൻ കൊല്ലില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ് പുറത്തു തരൂല. അല്ലാഹു തആല ഇവിടെ വെറുതെ വിടൂല, ഇവിടെ തിരിച്ചാളെ കൊല്ലും. പക്ഷേ ഈ വ്യഭിചാരവും ഈ കൊലപാതകവും ഈ തെറ്റും പരലോകത്ത് ശിക്ഷ കിട്ടാതിരിക്കാൻ തൗബ ചെയ്താൽ സാധിക്കും. ഞാൻ പറഞ്ഞു, നല്ല ശ്രദ്ധിക്കണം. ഇവിടുത്തെ പോലെ അല്ല പരലോകത്ത് അള്ളാഹ് പുറത്തു തരാൻ സാധ്യത തരുമെന്നാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും സന്തോഷകരമായ, മനുഷ്യന് ഏറ്റവും ആനന്ദം നൽകുന്ന ആയത്ത് എന്ന നിലക്ക് പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ആയത്ത് സൂറത്തു സുമറിലെ ഒരായത്താണ്. ആ ആയത്ത് സ്വർഗത്തെക്കുറിച്ചൊന്നുമല്ല. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സ്വന്തത്തോട് അക്രമം കാണിച്ച എൻ്റെ അടിയാറുകളെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാകേണ്ട, എല്ലാ പാപവും അള്ളാഹ് പുറത്തു തരും. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപവും അള്ളാഹ് പുറത്തു തരും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, പടച്ചോൻ കഴിഞ്ഞാൽ ചെയ്ത തെറ്റിനെ കുറിച്ച് ഏറ്റവും ബോധ്യം നമുക്കാണ്. എനിക്ക് എന്നെക്കുറിച്ച് എൻ്റെ അത്ര അറിവ് ലോകത്തൊരാൾക്കില്ല, അള്ളാഹ് ഒഴിച്ചാൽ. നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും നിങ്ങൾ ചെയ്ത തെറ്റും ശരിയും എന്താണെന്ന് അള്ളാഹ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറിവുള്ളത് നമുക്കാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ലിസ്റ്റ് ഔട്ട് ചെയ്യണം. പടച്ചോൻ പറഞ്ഞു, നമ്മൾ അമലുകളിൽ രേഖപ്പെടുത്തുന്നത് മാ ഖദ്ദമു വാസാറഹും വകുല്ല ശൈഇന്നാണ്. നമ്മൾ ചെയ്ത അമലും അതിൻ്റെ കോൺസിക്വൻസും എല്ലാ കാര്യവും അള്ളാഹ് റെക്കോർഡാക്കുന്നുണ്ട്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് അതീദ് എന്ന മലക്കുകൾ എഴുതി വെക്കാത്ത ഒരു വാക്ക് ഉച്ചരിക്കണില്ല. ഇതൊന്നും തമാശക്ക് എഴുതി വെക്കണമല്ല, വിചാരണ നടത്താൻ വേണ്ടിയിട്ടാണ്. ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക്കൽ യൗമ അലൈക ഹസീബ. ഈ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്ക്, നിന്നെ വിചാരണ ചെയ്യാൻ ഈ കിതാബ് മതിയാവും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭൗതികമെന്നോ ആത്മീയമെന്നോ വ്യത്യാസമില്ലാതെ നമ്മൾ ചെയ്ത എല്ലാ അമലുകൾക്കും ബേസ് ചെയ്തുകൊണ്ട് അല്ലാഹു തആല നാളെ വിചാരണ നടത്തും. അപ്പം എല്ലാ വിഷയത്തിലും നമ്മൾ പരിശോധന നടത്തി തൗബ ചെയ്യേണ്ടതുണ്ട്. ചിലർ ആരാധനാ രംഗത്ത് ആരും നിസ്കരിക്കാത്തവരുണ്ടോ? ഉണ്ടാവണമെന്നില്ല, എല്ലാവരും ഫർള് നിസ്കരിച്ചിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ മുഴുവൻ ഫർള് നമസ്കാരവും വളരെ ശ്രദ്ധാപൂർവം മനസ്സാന്നിധ്യത്തിലാണെന്ന് പറയാൻ ഞാൻ വിശ്വസിക്കുന്നു. ഇതിലൊരാളും ഉണ്ടാവില്ല, ആരുണ്ടാവില്ല. ഞാൻ നിസ്കരിച്ച എല്ലാ നിസ്കാരവും A to Z മനസ്സാന്നിധ്യത്തിൽ ഖുശൂഅോടുകൂടി മനസ്സ് തെറ്റിപ്പോകാതെ പൂർണ്ണമായി നിസ്കരിച്ചു എന്ന് പറയാൻ ഒരാളും ഉണ്ടാവില്ല. നമ്മളിലൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടാവും. അതേപോലെ നമസ്കാരം ചിലർക്കെങ്കിലും അതിൻ്റെ സമയത്ത് കൃത്യമായി അനുഷ്ഠിക്കാൻ പറ്റാത്തവരുണ്ടാവും, ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാത്തവരുണ്ടാവും. ആരാധനാ രംഗത്തെ പാളിച്ചകൾ ഒരു ഭാഗത്ത്. നമ്മുടെ പെരുമാറ്റമൊക്കെ വലിയ വിഷയമല്ലേ, വലിയ വിഷയമാണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ, നിസ്കാരത്തിൻ്റെ, നോമ്പിൻ്റെ, സക്കാത്തിൻ്റെ, ഹജ്ജിൻ്റെയും വലിയ പാണ്ഡം പേറി വന്ന, വലിയ അമലുകൾ ചെയ്തു വന്ന ഭക്തനായ മുസ്ലിം പെരുമാറ്റ ദൂഷ്യത്തിൻ്റെ പേരിൽ അതൊക്കെ നഷ്ടപ്പെട്ട് അവസാനം
ഫതുരിഹ ഫിന്നാർ, നരകത്തിൽ എറിയപ്പെടുന്നവനാണ് ഈ സമുദായത്തിലെ പാപ്പരായ മനുഷ്യൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരമൊക്കെ ഒക്കെയാണ് സ്വർഗത്തിലാന്ന് വിചാരിക്കരുത്. ഞാൻ ആത്മീയമായിട്ടൊക്കെ വളരെ ഉഷാറാണ് സ്വർഗത്തിലാന്ന് വിചാരിക്കരുത്. നമുക്കെതിരെ പറയാൻ ഒരുങ്ങി നിൽക്കുന്ന നമ്മുടെ ഭാര്യമാരുണ്ടാവും. നമ്മൾ വിചാരിക്കുക നമ്മളെ ഭാര്യ ഇപ്പോൾ ദുനിയാവിൽ നമ്മളെ ഭാര്യ ആരോടും നമ്മളെ കുറ്റമൊന്നും പറയുന്നുണ്ടാവില്ല. പക്ഷെ അവൾ പരലോകത്തെത്തുമ്പോൾ ഇവളുടെ സ്വഭാവം മാറ്റുമല്ല. ഇവിടെ എത്തുമ്പോൾ ഭർത്താവല്ലേ എന്തൊക്കെ തന്നാലും ശരി ഞാൻ സഹിച്ചു മിണ്ടണില്ല എന്ന നിലക്ക് ആരോടും കംപ്ലൈൻ്റ് ഒന്നും പറയുന്നുണ്ടാവില്ല. പക്ഷെ അവിടെ എത്തുമ്പോൾ പല അൻസാബ് ബൈനഹും, ഒരു കുടുംബ ബന്ധവും മത്സരമില്ല. അപ്പം നമ്മുടെ ഭാര്യമാർ വായ തുറക്കും, ഒരുപാട് അതിക്രമം എന്നോട് കാണിച്ചു. അല്ലാഹു തആല ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ഇയാളിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ഇയാൾ തന്നിട്ടില്ല. ഇന്ന അവകാശ ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട്, എന്നോട് ഇന്ന മോശമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ആരാ പറയാ? ഭാര്യ, ഉമ്മമാർ. ഈ ദുനിയാവിൽ ഒരു ഉമ്മി നമുക്കെതിരെ ഒന്നും പറയില്ല. നമ്മൾ എന്ത് അതിക്രമം കാണിച്ചാലും ഉമ്മ അവസാനം നമുക്ക് വേണ്ടി തന്നെ നിൽക്കുക. നമ്മൾ കരുതിയിരിക്കണ ഈ പാവ ഉമ്മ ഇങ്ങനെയാണ്. അങ്ങനെയല്ലേ? പണ്ടൊരുത്തൻ ഒരു പയ്യൻ അവനെ ഒരു പോക്കിരിയോട് മുച്ചേറ്റിട്ട് പറഞ്ഞു, നിൻ്റെ ഉമ്മയുടെ ഹൃദയം എടുത്തുകൊണ്ട് വന്നാൽ നിനക്ക് ഞങ്ങൾ കാശ് തരാമെന്ന്. ഇവൻ പോയിട്ട് ഉമ്മാനൊരു കത്തിയോണ്ട് കുത്തിയിട്ട് ഉമ്മയുടെ ഹൃദയം പറിച്ചിട്ട് ഓടുകയാണ്. അറബി കവിതയിലെ പ്രസിദ്ധമായ കവിതയുടെ ആശയമാണ് ഞാൻ പറഞ്ഞത്, ചില നേരമില്ല. പക്ഷേ ഇവൻ ഈ കാശിന് വേണ്ടി ഉമ്മയുടെ ഹൃദയം കൈ പിടിച്ച് ഓടുന്നതിനിടയ്ക്ക് ഒരു കല്ല് തട്ടി തടഞ്ഞു വീണു. അപ്പോൾ ഈ കയ്യിലുള്ള ഹൃദയം ചോദിച്ചു, മോനെ നിനക്ക് എന്തെങ്കിലും പറ്റിയോ? അപ്പോഴാണ് ഇവർക്ക് ഭയങ്കര വിഷമായി. ഇത്രയും സ്നേഹമുള്ള ഉമ്മാനല്ലേ ഞാൻ ഈ കുത്തി മലർത്തി ഹൃദയം പറിച്ച് കൊണ്ടുപോണത്. ഇവർ മനസ്താപാട് കൂടിയിട്ട് ആ കത്തി എടുത്തിട്ട് ഈ കുറ്റം ചെയ്ത് എന്നെയും ഞാൻ കുത്താൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഹൃദയം, മോനെ ഒരിക്കൽ നീ എന്നെ കൊന്നു, ഇനിയും നീ എന്നെ കുത്തല്ലേ എന്ന് പറഞ്ഞാൽ അവനെ കുത്തുന്നതും ഉമ്മയുടെ കുത്തായിട്ടാണ് ഉമ്മ പറയുന്നത്. ഇങ്ങനെയാണ് ദുനിയാവിൽ. പക്ഷേ വിശുദ്ധ ഖുർആൻ പറയുന്നു, പരലോകത്തെത്തുമ്പോൾ ഈ ഉമ്മയും ബാപ്പയും ജ്യേഷ്ഠനും ബന്ധുക്കളും അള്ളാഹിനോട് പറയും, പടച്ചോനെ ഇവർ എന്നോട് ഇന്ന അവകാശങ്ങൾ കവർന്നിട്ടുണ്ട്, റബ്ബന ആദ്യം ദൗഫൈനി മിനൽ അദാബ്, ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് പറയുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിഷയം ഗൗരവമുള്ളത്, നമ്മളൊരു വലിയ പരീക്ഷയിൽ ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അവരോടുള്ള ബാധ്യതകൾ നിർവഹിച്ചോ. നമ്മൾ തൗബക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഒരുപാട് തൗബയാണ്. ഈ കെട്ട കാലത്ത് കണ്ണ് നന്മയിൽ മാത്രമേ പോയിട്ടുള്ളൂ എന്ന് പറയാൻ അങ്ങനെ ആർക്കെങ്കിലും കഴിഞ്ഞെങ്കിൽ അവർ ഭാഗ്യവാന്മാരാണ്. എൻ്റെ കണ്ണ് നല്ലതേ കണ്ടിട്ടുള്ളൂ എന്ന് ഈ ദുനിയാവിൽ, ഇപ്പോഴത്തെ ദുനിയാവിൽ ഒരാൾക്ക് പറയാൻ കഴിഞ്ഞാൽ ഭാഗ്യവാനാണ്. നമ്മുടെ ഈ സാധനമൊക്കെ തുറന്നാൽ അതിൻ്റെ ഉള്ളിൽ കാണുന്നതൊക്കെ കണ്ണ് കാണാൻ പാടില്ലാത്തതും പിശാചി നമ്മളെ വലിച്ചഴിച്ച് കൊണ്ടുപോയതൊക്കെ ആയിരിക്കും. കേൾക്കാൻ പാടില്ലാത്തത് കേട്ടിട്ടുണ്ടാവും, വിചാരിക്കാൻ പാടില്ലാത്തത് വിചാരിച്ചിട്ടുണ്ടാവും. അതല്ലേ ഖുർആൻ പറഞ്ഞല്ലോ. ഈ മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ സൂറത്തുൽ ഫുർഖാനിൽ സൂറത്തുൽ ഇസ്രായിൽ മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞു. മാതാപിതാക്കളോട് നല്ല നിലക്ക് വർത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ്, നിങ്ങളുടെ മനസ്സിൽ ഒളിച്ചിരിക്കുന്നതും അള്ളാഹ് കാണും, അറിയും. എന്നാൽ ഉമ്മാനോട് ചേന്ന് പോലും പറയാൻ പാടില്ല, വാപ്പാടും ചേന്ന് പോലും പറയാൻ പാടില്ല, ചേന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് അള്ളാഹ് പറയാണ്, വയഫും വലാ തൻഹറുമാ വകുല്ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബി റഹ്മകുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബുക്കും, നല്ല ശ്രദ്ധിക്കണം, അഗ്ലമു ബിമാ ഫീ നുഫൂസിക്കും, റബ്ബുക്കും അഗ്ലമു ബിമാ ഫീ നുഫൂസിക്കും ഇൻ തകൂനു സാലിഹീന ഫഇന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറ. എന്താ പറഞ്ഞതെന്ന് അറിയോ? അപ്പോൾ നമ്മൾ ബാപ്പാനോടും ഉമ്മാനോടും ഇങ്ങനെ നല്ല തിരി ചേന്നൊന്നും പറയണില്ല എന്നാണ്. പക്ഷെ ഉള്ളിൽ ഇയാൾ എന്തൊരു പെണും, ഈ ഉമ്മ എന്തൊരു ശല്യപ്പെടുത്തല, ഈ ഉമ്മ എന്തൊരു വെറുപ്പിക്കല, ഈ ഉമ്മനെ കുറിച്ച് മോശം വിചാരം മനസ്സിൽ വിചാരിച്ചാൽ ഈ വിചാരം ഉമ്മയും ബാപ്പി അറിയണില്ല, ഈ വിചാരം ഉമ്മയും ബാപ്പി അറിയണില്ല. പക്ഷെ റബ്ബുക്കും അഗ്ലമു ബിമാ ഫീ നുഫൂസിക്കും, നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് അള്ളാഹു അറിയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു.
എന്ന് പറഞ്ഞാൽ പുറത്തേക്കുള്ള പെരുമാറ്റം പോലും പോരാ, അകത്ത് വാപ്പാനും ഉമ്മാനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അള്ളാന്റെ അടുത്ത് വിജയിക്കാൻ പറ്റൂല എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇതേപോലെ സാമ്പത്തിക വിഷയം, ഒരു നയാ പൈസ അള്ളാഹ് കൽപ്പിക്കാത്തത് എൻ്റെ ഇല്ല എന്നൊരാൾക്ക് പറയാൻ പറ്റണം. ഹറാമിൻ്റെ ഒരു പൈസ ഇല്ല എന്ന് പറയാൻ പറ്റും. ഒരു പക്ഷേ നമുക്കൊക്കെ പറ്റിയെന്ന് തന്നേക്കാം. പക്ഷേ അള്ളാഹ് തന്ന പൈസയിൽ ഒരൊറ്റ പൈസ അനാവശ്യമായി ഞാൻ ചിലവാക്കിയിട്ടില്ല എന്ന് പറയാൻ പറ്റാതെ വരും. ഞാൻ ഈ പൈസ ചിലവാക്കിയേക്ക് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള മാർഗത്തിലല്ല. സമ്പത്തിനെ കുറിച്ച് അമ്മ ചോദിക്കും, എവിടെ നിന്ന് കിട്ടി, എവിടെ ചെലവഴിച്ചു? ഞാൻ പറഞ്ഞു, ഇങ്ങനെ വിശാലമാണ് ചോദ്യം. വിശാലമായി എഴുതി വെക്കും അല്ലാഹ്, വിശാലമായ കാര്യങ്ങളെ കുറിച്ചും അല്ലാഹു തആല ചോദിക്കും. അതുകൊണ്ട് ഈ റെക്കോർഡ് തിരുത്തലാണ് നമ്മളെ പണി. ഇപ്പം എൻ്റെയും നിങ്ങളുടെയൊക്കെ കിതാബിൽ ഒരുപാട് തെറ്റുകൾ, കുറ്റങ്ങൾ, ശരികൾ, നന്മകളൊക്കെ കൂടിക്കലർന്ന് കിടക്കുക. ഈ റെക്കോർഡിലെ തിന്മകളെ ഡിലീറ്റ് ചെയ്യാൻ, തിന്മകളെ ഇല്ലാതാക്കാനുള്ള പണി നമ്മൾ നടത്തണം. അതാണ് തൗബ. ആ റെക്കോർഡിലെ ഏറ്റവും ഗുരുതരമായ ചുവന്ന മഷിക്കെഴുതിയ ഏറ്റവും വലിയ തിന്മ ശിർക്കാണ്, കൊലപാതകമാണ്, വ്യഭിചാരമാണ്. ആ ചുവന്ന മഷിക്കെഴുതിയ തിന്മകളെപ്പോലും വേണമെങ്കിൽ എന്ത് ചെയ്യാം? തൗബ കൊണ്ട് മായ്ക്കാം. ഇല്ല, അതുകൊണ്ടാണല്ലോ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാനത്തിൽ പറഞ്ഞ ഭാഗത്ത് അല്ലാഹുവിനെ അല്ലാതെ വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കരുത്, അല്ലാഹു ആദരിച്ച ആത്മാക്കളെ വധിക്കരുത്, വ്യഭിചരിക്കരുത്. അങ്ങനെയുള്ള അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഞാൻ വ്യഭിചരിച്ചു, ഞാൻ ഗർഭിണിയായി, ആ കുട്ടിനെ കൊല്ലുകയും ചെയ്തു. ഹല്ലി തൗബ, എനിക്ക് തൗബ ഉണ്ടോ? ഈ സാത്വികനായ അബൂ ഹുറൈറ റളിയല്ലാഹു കേട്ടോടി ഭ്രാന്ത് പിടിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോഴൊന്ന് വ്യഭിചരിച്ചവും പോലെ പ്രസവിച്ചവും പോലെ കുട്ടിനെ കൊല്ലും ചെയ്തിട്ട് ആ തൗബ ചോദിച്ചു വന്നിങ്ങനെ ആട്ടിവിട്ടു. ആ സ്ത്രീ കരഞ്ഞങ്ങനെ പോയി. ഈ വിവരം ഇങ്ങനെ സംഭവിച്ച കാര്യം സഹാബാക്കൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു കണ്ടപ്പോൾ റസൂൽ ചോദിച്ചു, വളരെ നല്ല രീതിയിൽ തിരുത്തി, അബൂ ഹുറൈറ, സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു പറഞ്ഞിട്ടില്ലേ, ശിർക്ക്, കൊലപാതകം, വ്യഭിചാരം, ഇത് ചെയ്തവർക്ക് ഇരട്ടി ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് അതെന്താ പറഞ്ഞത്? ഇല്ലാമൻ താബ, പശ്ചാത്തപിച്ചവർക്കൊഴികെ, പശ്ചാത്തപിച്ച തൗബ ചെയ്തവർക്ക് ശിക്ഷയില്ല. എന്നിട്ട് വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്തോ അവർക്ക് ശിക്ഷയില്ല. അപ്പോഴാണ് അബൂ ഹുറൈറ റളിയല്ലാഹു മനസ്സിലായത്. ആ സ്ത്രീയെ വിളിച്ച് തൗബ ചെയ്യിച്ച് അവർ പിന്നെ നല്ല സ്ത്രീയായി മാറി. ഞാൻ പറയും, ഗുരുതരമായ തെറ്റ്, ശിർക്കിന് പോലും തൗബയുണ്ട്. എന്താ തൗബക്ക് ഇത്ര ചെയ്യേണ്ടുള്ളൂ? ആ തെറ്റ് പൂർണ്ണമായും നിർത്തുക, ചെയ്യാതിരിക്കുക. ഇനി ആ തെറ്റ് ചെയ്യില്ല എന്ന് ഒരിക്കലും ആ തെറ്റിലേക്ക് മടക്കൂല എന്ന് പ്രതിജ്ഞ എടുക്കുക. ചെയ്തു പോയ തെറ്റിൽ ഖേദപ്രകടനം നടത്തുക. മനുഷ്യരുമായി ബന്ധപ്പെട്ട തെറ്റാണെങ്കിൽ അത് നിവർത്തിക്കുക, പൊരുത്തപ്പെടിക്കുക, കൊടുക്കുക. ഇത്രയായാൽ തൗബയായി. തൗബക്കൊരു ഉസ്താദിൻ്റെ അടുത്തൊന്നും പോകേണ്ട കാര്യമില്ല. തൗബക്കൊരു പ്രത്യേക ദിവസവും ഇല്ല, നേരവും ഇല്ല. ഏതാൾക്കും ഈ 3 നിലപാട്: ചെയ്ത തെറ്റുകൾ നിർത്തുക, ഇനി തെറ്റ് ചെയ്യില്ലെന്ന് പ്രതിജ്ഞ എടുക്കുക, ചെയ്തു പോയ തെറ്റിൽ ഖേദം പ്രകടിപ്പിക്കുക, മനുഷ്യരുമായി ബന്ധപ്പെട്ട കടപാടുകളാണെങ്കിൽ അത് നിവർത്തിക്കുക. തൗബയായി. ഇത് നമ്മൾ ചെയ്തേ പറ്റൂ. അതോടുകൂടി നമ്മളെ പുതിയ ജീവിതമായി. എത്ര ഗുരുതരമായ തെറ്റ് ചെയ്ത ആൾക്കാരാ തൗബ ചെയ്ത് പിന്നെ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ നല്ലവരായില്ലേ? അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെതിരെ സകല കുതന്ത്രൊപ്പിച്ച ബുദ്ധിരാക്ഷസൻ, പ്രഗത്ഭൻ, വിദേശ രാജാക്കന്മാരുമായും നേതാക്കന്മാരുമായും ബന്ധമുള്ള അറേബ്യൻ ഖുറൈശി പ്രമാണി അംർ ബിൻ ആസ് റളിയല്ലാഹു മൂപ്പര് ഇസ്ലാം സ്വീകരിക്കാൻ വരികയാണ്. റസൂലുള്ളാഹിക്ക് കയ്യിങ്ങനെ നീട്ടിയിട്ട് ബയ്യത്തിന് വേണ്ടി നീട്ടി. ആ സമയത്ത് റസൂൽ കല്യാണം നീട്ടാൻ പോയപ്പോൾ മൂപ്പര കയ്യാ വലിച്ചു. എന്നിട്ട് പറഞ്ഞു,
ഞാൻ ഇസ്ലാമിലേക്ക് വരാൻ കൈ നീട്ടിത്തരാം, പക്ഷേ എനിക്കൊരു ഗ്യാരണ്ടി തരണം, ഞാൻ ചെയ്തു പോയ പാപങ്ങളൊക്കെ എനിക്ക് പുറത്തു തന്നു എന്ന് പറയണം. അന്ന് അല്ലാഹുവിൻ്റെ റസൂല് അദിയെ വിളിച്ചിട്ട് പറഞ്ഞു, അദിയെ നിനക്കറിഞ്ഞൂടെ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി മുമ്പ് ചെയ്ത തെറ്റുകളൊക്കെ അല്ല പുറത്തു. കാരണം അല്ലാഹ് ഗഫൂറാണ്, ഗഫാറാണ്, ഏറെ പൊറുക്കുന്നവനാ, പാപം പൊറുത്തു തരുന്നവനാ, എല്ലാം പുറത്തു അല്ല. അതുകൊണ്ട് ധൈര്യമായി ഒരാൾ ഹജ്ജിന് മുമ്പുള്ള തിന്മകൾ, ഹിജ്റക്ക് മുമ്പുള്ള തിന്മകൾ അല്ലാഹ് പുറത്തു തരും. ഇത് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തൗബയും ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞത് നിസ്കാരം നോമ്പ് പോലെ നമ്മൾ ചെയ്യേണ്ട വലിയൊരമലാണ്, വലിയൊരമലാണ്. തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, നന്നായിട്ട് തൗബ ചെയ്യുക. ഇസ്തിഗ്ഫാർ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക. വഇന്നി അതൂബു ഫിൽ യൗമി 100 മറ, ഞാൻ 100 തവണ തൗബ ചെയ്യും. 100 തവണ ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു എന്ന് പറഞ്ഞതാരാ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം. കാരണം ഇസ്തിഗ്ഫാർ നടത്തിയാൽ, ഇസ്തിഗ്ഫാർ നടത്തുന്ന മനസ്സുണ്ടെങ്കിൽ പിന്നെ അയാൾ വിജയത്തിലാണ്. ഇമാം ഹസൻ ബസ്രി റഹ്മഹുല്ലാ, ഹസൻ ബസ്രി റഹ്മഹുല്ലയുടെ അടുത്ത് ഒരാൾ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് കുട്ടികളുണ്ടാവണില്ല, ഭാര്യ പ്രസവിക്കുന്നില്ല, എന്താ പരിഹാര മാർഗം? മൂപ്പര് പറഞ്ഞു, ഇസ്തിഗ്ഫാർ നടത്ത്. കുറച്ച് കഴിഞ്ഞ ഒരാൾ വന്നിട്ട് പറഞ്ഞു, മഴ പെയ്യണില്ല, കുറേ കാലമായി മഴ പെയ്തിട്ട്, മഴയ്ക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഹസൻ ബസ്രി അപ്പോഴും പറഞ്ഞു, ഇസ്തിഗ്ഫാർ നടത്ത്. കുറച്ച് കഴിഞ്ഞ് വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, കൃഷി ഒന്നും വിളവുണ്ടാവുന്നില്ല, കൃഷിക്ക് വിളവ് നഷ്ടം സംഭവിച്ചിരിക്കുന്നു. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഇസ്തിഗ്ഫാർ നടത്ത്. ഇത് കഴിഞ്ഞപ്പോൾ ആളുകൾ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ ആൾക്കാർ പറഞ്ഞു, വിവിധ ആവശ്യങ്ങളുമായി ആളുകൾ വന്ന് അതിൻ്റെ പരിഹാരമാർഗ്ഗം ചോദിക്കുമ്പോൾ താങ്കൾ പറയുന്നു ഇസ്തിഗ്ഫാർ, എല്ലാവരോടും ഇസ്തിഗ്ഫാറാണ് പറഞ്ഞത്, അതെന്താ? അപ്പോഴാണ് ഇമാം ഹസൻ ബസ്രി ഓതിയത്, فَقُلْتُ اسْتَغْفِرُوا رَبَّكُمْ إِنَّهُ كَانَ غَفَّارًا يُرْسِلِ السَّمَاءَ عَلَيْكُمْ مِدْرَارًا وَيُمْدِدْكُمْ بِأَمْوَالٍ وَبَنِينَ وَيَجْعَلْ لَكُمْ جَنَّاتٍ وَيَجْعَلْ لَكُمْ أَنْهَارًا. നൂഹ് നബി അലൈഹിസ്സലാം അനുയായികളോട് പറഞ്ഞത് സൂറത്തുൽ നൂഹിൽ, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക, അല്ലാഹ് വേറെ പുറത്തു തരുന്നവനാണ്. അങ്ങനെ ചെയ്താൽ യുർസിലി സമാഅ അലൈക്കും മിദ്റാറ, അല്ലാഹ് ധാരാളമായി മഴ വർഷിപ്പിച്ചു തരും. വയുംദദുക്കും ബി അംവാലിൻ വബനീൻ, സമ്പത്ത് കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും അള്ളങ്ങളെ സഹായിക്കും. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ, തോട്ടങ്ങൾ ഉണ്ടാക്കിത്തരും, അരുവികൾ ഒഴുക്കിത്തരും. ഈ ആയത്ത് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞ ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരം ഇസ്തിഗ്ഫാർ നടത്തലാണ്, പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ പാപമോചനം തേടിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാം നമുക്ക് ലഭിക്കും. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത്, റമദാനിനെ ഈ ഒരുക്കത്തിൽ നന്നായിട്ട് കുളിച്ച് കഴുകി വൃത്തിയാക്കി നല്ല ഒരു പാത്രത്തിലായിരിക്കണം റമദാനാകുന്ന വിഭവം വിളമ്പേണ്ടത്. നമ്മുടെ കാരണവന്മാരൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരം മാത്രമല്ല, നമ്മുടെ വീടും പരിസരവും വരെ വൃത്തിയാക്കിയിരുന്നു. ഇതേപോലെ നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ കഴുകി കുളിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പെരുമാറ്റ ദൂഷ്യങ്ങളും സ്വഭാവ ശൈലികളും രീതികളും ഒക്കെ ഒന്ന് സ്ഫുടം ചെയ്ത് വൃത്തിയാക്കി, എന്നിട്ട് റമദാനിൻ്റെ തഖ്വയും ഈമാനും ഇഹ്സാനും അതിൽ നിറച്ച് ഒരു പുതിയ ചൈതന്യത്തോടു കൂടി നോമ്പെടുത്ത് അങ്ങനെ ഒരു പുതിയ മനുഷ്യനായി തീരാൻ നമുക്ക് ഈ റമദാനിൽ തീരുമാനിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നോമ്പിനെ സംബന്ധിച്ചും നോമ്പിൻ്റെ പ്രത്യേകതയെ സംബന്ധിച്ചും അടുത്ത ഖുതുബയിൽ നമ്മൾ വിശദീകരിക്കും. ആ നോമ്പിനെ അതിൻ്റെ നല്ല ഘടനയിൽ തന്നെ സ്വീകരിച്ച് മുന്നേറാൻ ശ്രമിക്കണം. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ടൊരു കാര്യം കൂടി പറയുന്നു, റമദാനിൽ നല്ല ചിട്ടകളും ശീലങ്ങളും സ്വീകരിക്കുകയും അത് തുടരാൻ തീരുമാനിക്കുകയും ചെയ്യണം. ജമാഅത്ത് നമസ്കാരങ്ങളൊന്നും വിട്ടുപോകില്ലെന്ന് ഉറപ്പ് വരുത്തണം. റമദാനിക്ക് മാത്രമല്ല, പക്ഷെ അത് പിൽക്കാലത്ത് തുടരാൻ വേണ്ടിയിട്ടാണ്. ഓരോ നോമ്പ് നോക്കുന്ന ആളും 30x5 150 വക്തും ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നോമ്പ് തുറക്കാനുള്ള ധൃതിയിൽ മഗ്‌രിബ് കളയരുത്, അത്താഴം വെച്ച് കിടന്നിട്ട് സുബഹി കളയരുത്, തറാവീഹ് നിസ്കരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇശ മസ്ബൂക്കായി പോകരുത്. തറാവീഹ് അല്ല ജമാഅത്തായി നിസ്കരിക്കേണ്ടത് ഇശയാണ്. നല്ല ആലോചിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം,
എന്ത് അമലും റമദാനിൽ ചെയ്യണം. ആ ചെയ്യുന്നതൊക്കെ ഇനി തുടരാനെന്ന മനസ്സോടുകൂടി പ്രത്യേകം ചെയ്യുക. ഇൻഷാ അല്ലാഹ് നോമ്പ് നിർബന്ധമാണ് എനിക്ക്. റമദാനിലെ ഒരു നോമ്പ് അകാരണമായി വിട്ടുപോയാൽ ഒരു കൊല്ലം മുഴുവൻ നോമ്പ് നോറ്റാലും അതിന് സമമാവുകയില്ല. നോമ്പ് വിഷമുണ്ട്, വിഷമത്തിൽ തന്നെയാണ് അള്ളാഹ് നിശ്ചയിച്ചു തന്നത്. അത് സഹിക്കാൻ തയ്യാറാകണമെന്ന് തന്നെയാണ് അള്ളാഹ് പറഞ്ഞത്. പക്ഷേ രോഗികളും ഗർഭിണികളും യാത്രക്കാരും മുലയൂട്ടുന്നവരും നോമ്പ് നോക്കേണ്ടതില്ല, മറ്റൊരിക്കൽ നോറ്റാൽ മതിയാവും. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളും അസംബന്ധമായിട്ടുണ്ട്. ഒന്നും കൂടി നല്ല ഒരുക്കത്തോടു കൂടി ഒരുങ്ങുക, പ്രാർത്ഥിക്കുക. ഈ റമദാനിലൂടെ ഒരു പുതിയ മനുഷ്യനാകണമെന്ന ആഗ്രഹത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.